ഹലോ ഗായ്സ്, ഒത്തിരി കാലമായുള്ള ആഗ്രഹമാണ് ഒരു 3D പ്രിൻ്റർ വേണമെന്ന്. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ക്രിയാലിറ്റീൻ്റെ എൻഡർ 3 എന്നൊരു മോഡലാണ്. 3D പ്രിൻ്റർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു 3D ഒബ്ജക്റ്റിന് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലാസ്റ്റിക് നൂൽ, അതിനെ ഫിലമെൻ്റ് എന്ന് വിളിക്കും, അതിനെ ഓരോരോ ലെയറായിട്ട് ചൂടാക്കി ഉരുക്കി ഗൈഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു മെഷീനാണ് ഈ 3D പ്രിൻ്റർ. ഈ പ്രിൻ്റർ ഇപ്പോൾ ഒരു 50% അവർ അസംബിൾ ചെയ്തിരിക്കുകയാണ് കമ്പനിയിൽ നിന്നും. പക്ഷേ ബാക്കി 50% നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ പാർട്സുകൾ ഞാൻ കാണിക്കാം. പിന്നെ അസംബിളിങ് ഫുള്ള് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ലോങ്ങും ആയിരിക്കും, ഒരുപാട് ബോറും ആയിരിക്കും. അതുകൊണ്ട് അതിൽ ചെറിയ ഷോർട്സുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അൺബോക്സിങ് പോവാം.
ഞാൻ പ്രിൻ്റർ ഫുൾ അസംബിൾ ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബെഡ് ലെവൽ ചെയ്ത് ഞാൻ കാണിക്കില്ല, കാരണം ഒരുപാട് സമയം എടുത്ത്, ഏകദേശം 1 മണിക്കൂറോളം എടുത്ത്. ഇനിയും ചെയ്യാൻ പോകുന്ന ഈ ഫിലമെൻ്റ് എന്ന് പറയുന്ന സാധനം, ഇതാണ് ഫിലമെൻ്റ്. ഈ സ്പൂൾ ഇതിലോട്ട് ഇടുക, ഫിലമെൻ്റ് എക്സ്ട്രൂഡിലോട്ട് ഇട്ട് ലോഡ് ചെയ്ത് പ്രിൻ്ററിന് പ്രൈം ചെയ്യുക, എന്നിട്ട് ടെസ്റ്റ് പ്രിൻ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് പറയാം. അതിന് 2 മെത്തേഡുണ്ട്. ഒന്നുകിൽ SD കാർഡ്, ഒരു മൈക്രോ SD കാർഡ് വെച്ച് ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഫസ്റ്റ് വേണ്ട ഒരു 3D ഫയലാണ്. ആ 3D ഫയലിന് ഡയറക്റ്റ് ഈ പ്രിന്ററിലോട്ട് ഇട്ടാൽ അതിന് മനസ്സിലാവില്ല പ്രിന്റ് ചെയ്യാൻ. അതിന് G കോഡ് ഒന്ന് ഫയൽ ഫോർമാറ്റിലേക്ക് മാറ്റും. G കോഡിലേക്ക് മാറ്റാൻ വേണ്ടി ഈ 3D ഫയലിനെ നമ്മൾ സ്ലൈസിങ് സോഫ്റ്റ്വെയറിലേക്ക് ഇടും. സ്ലൈസിങ് സോഫ്റ്റ്വെയർ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അൾട്ടിമേക്കർ ക്യൂറ എന്നുള്ള സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയറിൽ ഈ 3D ഫയലിനെ, ഉദാഹരണം ഇതിനെ ഈ ഓരോരോ ലെയർ ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട്, അത് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ ഇൻഫിൽ എത്ര ശതമാനം പ്ലാസ്റ്റിക് ഇൻഫിൽ ചെയ്യണം, ഈ ഒരു വോളിന്റെ തിക്നെസ് അത് എത്ര ലെയർ ആയിരിക്കണം. ഞാൻ സാധാരണ 3 ലെയറാണ് വയ്ക്കുന്നത്. അതേപോലെ വോളിന്റെ ലെയർ, ടോപ്പ് വോളിന്റെ ലെയർ, ബോട്ടം ലെയർ, ഇതെല്ലാം ഈ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു പ്രിന്ററിന്റെ ടെമ്പറേച്ചർ, നോസിലെ ടെമ്പറേച്ചറും ബെഡിന്റെ ടെമ്പറേച്ചറും പോലും ഈ സോഫ്റ്റ്വെയറിലാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിനെ സ്ലൈസ് ചെയ്ത് G കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു SD കാർഡിലേക്ക് സേവ് ചെയ്യും. ആ SD കാർഡ് ഇതിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ പ്രിന്റ് ചെയ്യണത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് USB കേബിൾ വഴി കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യുക എന്നാണ്. പക്ഷെ അതിന് കുഴപ്പമെന്ന് വെച്ചാൽ എത്ര സമയമാണ് പ്രിന്റ് കിടക്കുന്നത് അത്രയും സമയം സിസ്റ്റം ഓൺ ആയി കിടക്കണം. കാരണം കമ്പ്യൂട്ടറാണ് ഓരോ ലെയറിനെയും മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യണം 3D പ്രിന്ററിൽ. അപ്പോൾ വലിയ പ്രിന്റ്, ഉദാഹരണത്തിന് ഒരു 24 മണിക്കൂറോ 35 മണിക്കൂറോ നീളുന്ന പ്രിന്റ് ആണെങ്കിൽ, ഒരുപാട് വോളിയമുള്ള പ്രിന്റ് ആണെങ്കിൽ അത്രയും സമയം സിസ്റ്റം ഓണായി കിടക്കുന്നത് പ്രാക്ടിക്കലാണ്. കാരണം ചിലപ്പോൾ കറണ്ട് പോവാം, അങ്ങനെ പ്രശ്നമൊക്കെ വന്നാൽ പ്രിന്റ് കുളമാകും. അതുകൊണ്ട് ആരും അങ്ങനെ അത് ചൂസ് ചെയ്യാറില്ല. മിക്ക ആൾക്കാരും മൈക്രോ SD എന്നുള്ള ആ ഒരു മെത്തേഡാണ് ചൂസ് ചെയ്യണം. അപ്പോൾ പ്രിന്റർ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം റെഡി ആക്കി വെച്ചിട്ട് പ്രൈം ചെയ്തിട്ടുണ്ട്, ബെഡ് ലെവൽ ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പ്രിന്റിംഗ് ആണ്. ഇതിന് ക്രിയാലിറ്റി ഇതിന്റെ കൂടെ ഒരു മെമ്മറി കാർഡ്, ഒരു കാർഡ് റീഡറും കൊടുത്തിട്ടുണ്ട്. ഈ കാർഡിനകത്ത് കുറച്ച് ഫയൽസ് കിടപ്പുണ്ട്. അതിനകത്ത് .g ഒരു പട്ടിക്കുട്ടിയാണ് ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഏകദേശം 5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഇതിനായി പ്രിന്റ് ചെയ്യാൻ പോകാം. ഈ ഒരു മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എൻ്റെ പാർട്സ് പ്രിന്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ലോകത്ത് ഒരു പക്ഷേ വേറെ ഒരു മെഷീനും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, ലോകത്ത് ഏതൊരു മെഷീൻ എടുത്താലും അതിന് ഗുണമുണ്ടെങ്കിൽ അതിന് ദോഷമുണ്ട്. ഒരു മെഷീനും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഇതിനൊരു ഇഷ്യൂ ഉണ്ട്. ഇതൊരു ഇൻടേക്ക് ഫാനാണ്. ഈ മദർ ബോർഡ് ഇതിനകത്തുള്ളതിനെ കൂൾ ചെയ്യാനുള്ള ഇൻടേക്ക് ഫാൻ. പക്ഷേ ഈ ഫാൻ ഇവിടെ ആയതുകൊണ്ട് ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന് റെസിഡുവൽ പൊടി ഈ ബെഡിലുണ്ടെങ്കിൽ ആ പൊടി ഇതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു സിമ്പിളായിട്ടൊരു ഫിക്സ് ഉണ്ട്. അത് ഈ മെഷീൻ തന്നെ പ്രിന്റ് ചെയ്തെടുത്തതാണ്. ഈ ഒരു ഫാനിൻ്റെ ഡക്റ്റ് ഇതിൽ ഇൻടേക്ക് ഇവിടെ കൂടെ എടുക്കും, ഈ ഹോളിൽ കൂടെ പോകും. അപ്പോൾ സിമ്പിളായിട്ട് ഈ 2 സ്ക്രൂ അഴിക്കുക, ഈ സാധനം ഇവിടെ പിടിപ്പിക്കുക. ഈ മെഷീൻ സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്ത് തന്നെ ഫസ്റ്റ് അപ്ഗ്രേഡാണിത്. നമ്മുടെ
നമ്മുടെ ആദ്യത്തെ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ ഇഷ്യൂ ഞാൻ കണ്ടത് എക്സ്ട്രൂഡർ എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിലേക്കാണ്. രണ്ടാമത്തെ ഇഷ്യൂ ഈ എക്സ്ട്രൂഡർ എന്ന് പറയുന്ന ഒരു പാർട്ടിനെയാണ്. ഈ കാണുന്ന ചെറിയൊരു ബ്രാസ് ഹോളിൽ കൂടെയാണ് ഈ ഫിലമെൻറ്റ് കയറിപ്പോകുന്നത്. പക്ഷേ ഈ ഫിലമെൻറ്റും ഈ ഇസഡ് ആക്സിസിൻ്റെ ഈ സ്ക്രൂവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരാതെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ ഫിലമെൻറ്റ് കയറി ഇതിൽ ഒരയാറുണ്ട്. ഒരഞ്ഞ് ഫിലമെൻറ്റ് പൊടി ഈ സ്ക്രൂവിൻ്റെ ഇടയ്ക്ക് വീഴാനും മറ്റു പാർട്സിൽ തെറിച്ച് വീഴാനും ചാൻസ് ഉണ്ട്. അങ്ങനെ പോയാൽ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സ്ക്രൂവിൽ തേയ്മാനം ഉണ്ടാവും, ഈ ഇവിടെ പറഞ്ഞ ഇതിൽ തേയ്മാനം ഉണ്ടാവും. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. അതിനുവേണ്ടി സിമ്പിളായിട്ടൊരു ഫിക്സ് ഉണ്ട്. ഈ ഒരു സാധനമാണ് അതിൻ്റെ ഫിക്സ്. ഈ ഒരു സാധനം ഇതൊരു സ്പേസറാണ്. ഈ ഫിലമെൻറ്റിൻ്റെയും ഈ സ്ക്രൂവിൻ്റെയും കൂടെ പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് നിർത്തും. ഇതാണ് നമ്മുടെ ആദ്യത്തെ 3D പ്രിൻ്റ്. ഇതൊരു കൊച്ചു പട്ടിക്കുട്ടിയാണ്. എൻ്റെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ വളരെ നല്ലൊരു ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഓവർ ഹാങ്ങിങ്ങോ ലെയർ ഷിഫ്റ്റിങ്ങോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇത്രയും ചീപ്പായിട്ടുള്ള പ്രിൻ്ററിൽ ഇത്രയും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഫിലമെൻറ്റിനെയും അതിൻ്റെ ബേസ് ചെയ്തിരിക്കും. നല്ല ഫിലമെൻറ്റും കൂടെ ആയിരിക്കണം. ചീപ്പായിട്ടുള്ള മോശപ്പെട്ട ഫിലമെൻ്റ് ഇട്ടാൽ ഈ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഫിലമെൻറ്റും പ്രിൻ്ററും രണ്ടും കൂടെ ഒരുമിച്ച് സിങ്ക്രണൈസായി വന്നാൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രിൻ്റ് കിട്ടത്തുള്ളൂ. ഞാൻ രണ്ടാമതായി പ്രിൻ്റ് ചെയ്തത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡറാണ്. ഇതൊരു ബാത്റൂമിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്തതാണ്. ഒഫീഷ്യലി എൻ്റെ ആദ്യത്തെ ഡിസൈൻ. മൂന്നാമതായിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്തത് ഈ ഒരു ഗിയറാണ്. ഇത് എൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സാധനമാണ്. ഇതേപോലെ തന്നെ കുറേ ഗിയറുകൾ പ്രിൻ്റ് ചെയ്യാറുണ്ട്. അതിന് ഫ്യൂച്ചർ വീഡിയോ കാണാം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ അടുത്തതായി പ്രിൻ്റ് ചെയ്ത് ഈ ഒരു ബോൾ ജോയിൻ്റ് എന്ന സാധനമാണ്. ഇത് ഞാൻ മാർക്കറ്റിൽ ഒരുപാട് കടയിൽ തിരക്കിയ സാധനമാണ്. ഇത് ശരിക്കും മെറ്റലിലാണ് വരുന്നത്. പക്ഷേ കിട്ടാതെ വന്നുകൊണ്ട് ഓൺലൈൻ നോക്കി, ഓൺലൈനിലും ഇല്ല. പിന്നെ ബാങ്കുഡ്, ആലിബാബ അങ്ങനത്തെ ചൈനീസ് വെബ്സൈറ്റിലേ ഉള്ളൂ. അവരിപ്പോൾ ഡെലിവറി ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ 45 ഡിഗ്രി ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് അത്യാവശ്യം കുറച്ച് വെൽഡിങ് വർക്കും പിന്നെ തടിപ്പണിയൊക്കെ ഉണ്ട്. അപ്പോൾ 45 ഡിഗ്രി കണ്ടുപിടിക്കാൻ എപ്പോഴും പാടായിരുന്നു പ്രൊട്രാക്ടർ വെച്ച് ചെയ്യുമ്പോൾ. പക്ഷേ ഈ ഒരു ടൂൾ വെച്ച് വളരെ എളുപ്പമായിരിക്കും. അടുത്തത് ഇതാണ്. ഇതും എൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ആ പ്രോജക്റ്റ് എന്താണ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യൂച്ചറിൽ വീഡിയോ പറഞ്ഞിരിക്കും. അടുത്ത പാർട്ട് ഈ ഫാനിൻ്റെ ഡക്റ്റ്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച സാധനം. പിന്നെ വന്നിട്ട് ഈ സൈഡിൽ ഫിലമെന്റ് ഗൈഡ് ചെയ്യണം ഈ സാധനം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എൻഡർ 3 എന്നാണ് ഈ കൊച്ചു 3D പ്രിന്റിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ പ്രിന്റർ വെച്ച് ഞാൻ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നീ സംശയം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ് അഗെയിൻ ആൻഡ് സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.